എല്ലാവർക്കും ഒരു ജോർവാർ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. വെൽക്കം ടു ജോബ സ്റ്റോറീസ്. അപ്പോൾ ഇന്ന് നമ്മുടെ ട്രിപ്പിന്റെ സെക്കൻഡ് ഡേ ആണ്. രാവിലെ ഷാർപ്പ് 5:45 നമ്മൾ പോവാണ് നേരെ ധനുഷ്കോടി. അവിടെ പോകണം, കുറച്ച് വിഷ്വൽസ് ഒക്കെ എടുക്കണം. ധനുഷ്കോടി ഒന്ന് പോയി കാണണം. അവിടെ പോയ ശ്രീലങ്കയുടെ സിഗ്നൽ ഒക്കെ കിട്ടുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ നോക്കണം. എന്നിട്ട് നമ്മൾ തിരിച്ച് ഹോട്ടലിലേക്ക് തന്നെ വരും, ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കും. അപ്പോൾ കുറെ കുട്ടികളൊക്കെ കൂടെ ഇല്ലുണ്ട്. രാവിലെ വെയില് വരുന്നതിന് മുമ്പ് ധനുഷ്കോടി പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. വെയില് മാത്രല്ല, പൊടിക്കാറ്റും. എന്റെ പൊന്നോ, ഇന്നലെ രാത്രി ഒന്നും പുറത്തിറങ്ങിയായിരുന്നു, കണ്ണു ഓർക്കാൻ പറ്റുന്നുണ്ടായില്ല. അപ്പോ അത്രേ ഉള്ളൂ. ബാക്കി നമുക്ക് ധനുഷ്കോടി വിശേഷങ്ങളൊക്കെ കണ്ടിട്ട് വരാം. പിന്നെ എന്താ, കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഡ്രോൺകാരനെ നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. അയാൾ 5:45 വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അയാൾ പറഞ്ഞായിരുന്നു നിങ്ങൾ എണീക്കുമ്പോ എന്നെ ഒന്ന് വിളിക്കണമെന്ന്. സുധീഷ് എന്നെ വിളിച്ചോന്നില്ല ഞാൻ ചോദിക്കട്ടെ. അപ്പോ ബാക്കി വിശേഷങ്ങള് കാണാം. 13 ശ്രീഹരി 14 18 മനോജ് ആണ്. രാവിലെ നേരെ ധനുഷ്കോടി ബീച്ച് ലക്ഷ്യമാക്കിയുള്ള യാത്രയാണ്. നമ്മള് ലൈനപ്പെല്ലായി. പറഞ്ഞ പോലെ എല്ലാവരും കറക്റ്റ് ടൈമിലൊക്കെ എത്തിട്ടോ. ഓൾമോസ്റ്റ് എല്ലാവരും കറക്റ്റ് സമയത്ത് എത്തി. കുറച്ച് വണ്ടികളിൽ ബേർഡ് ഡിപ്പിംഗ് ഉണ്ടായിരുന്നു. അവർ ബാക്ക് സൈഡിൽ പാർക്ക് ചെയ്തത് മരത്തിന്റെ താഴെയായിരുന്നു. അപ്പൊ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനില്ല ഒരു സമയം എടുത്തു. അത്രേ ഉള്ളൂ. കോബ്ര കോളിംഗ്. സുധീഷ് ചേട്ടാ, വെഹിക്കിൾ നമ്പർ 14 ഫ്രണ്ടിലല്ലേ? പോയാൽ മതി എന്ന് പറയാം. ഇടയിലൊരു ഗ്യാപ്പ് ഉണ്ടെന്നോ. അപ്പൊ നമ്മള് ധനുഷ്കോടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുവാണ്. അപ്പൊ ആദ്യം ഒരു പോലീസിന്റെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് വേറൊരു ചെക്ക് പോയിന്റ്, ടോൾ ബൂത്ത് പോലെ. 20 രൂപയാണ് ഒരു വണ്ടിക്ക്. പ്ലസ് അവർ പറയും പ്ലാസ്റ്റിക്സ് ഒന്നും. കാറിന് 20 രൂപയാണ്. നമുക്കറിയില്ലല്ലോ, കാറിന് 20 രൂപയാണ്. ആൾക്കാരുടെ എണ്ണമല്ല, വണ്ടിയുടെ എണ്ണാണ്. പിന്നെ പ്ലാസ്റ്റിക് ഒന്നും കൊണ്ടുപോകാൻ പാടില്ല. എന്തെങ്കിലും കൊണ്ടുപോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ തന്നെ നമ്മള് അവിടെ കളഞ്ഞിട്ട് പോരാൻ. രാവിലെ ധനുഷ്കോടി റൂട്ടില് കടലിന്റെ സൈഡില് നിക്കുന്ന നിപ്പ് കണ്ടോ? സെറ്റ്. ആൾക്കാരെ ഇറക്കിയിട്ട് തിരിച്ച് പാർക്ക് ചെയ്യാൻ പോകുന്നുണ്ടേ. ഹായ് ഹായ്, എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ, കൊച്ചിന്നാണോ? ഹായ്. അങ്ങനെ അറ്റ് ദ ലാസ്റ്റ് നമ്മൾ ധനുഷ്കോടി എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ, എത്തിയിരിക്കുകയാണ്.
ധനുഷ്കോടി എത്തി. നല്ല തിരക്കുണ്ട്. നല്ല സമയം എന്ന് പറഞ്ഞാൽ രാവിലെ 7 മണി. തിരക്ക് നോക്ക്. അത് വെയിലാവുന്നതിന് മുന്നേ എല്ലാവരും വന്ന് കണ്ടു പോവാൻ വേണ്ടിട്ട്. ഭയങ്കര വെയിലും ചൂടും പൊടിക്കാറ്റും അല്ലേ. നമുക്ക് എല്ലാ വണ്ടികൾക്കും പാർക്കിംഗ് ഒന്നും കിട്ടിയില്ല. പക്ഷെ ലക്കിലി നമ്മുടെ വണ്ടി ഇവിടെ വെച്ചു. എല്ലല്ലോ കിട്ടിയ ഇതിനപ്പുറം കിട്ടിയില്ല. ഡീ നീ ഒരു കാര്യം അറിയോ? അതുകൊണ്ട് അതാ ശ്രീലങ്ക. ആ ഇത് ശ്രീലങ്കയാ. ഇതിന്റെ അപ്പുറം ഇന്ത്യ ഇല്ല, അറിയോ? അവിടെയാണ് നമ്മുടെ വണ്ടി വെച്ചത്, അറ്റത്ത്. ഞാൻ നേരത്തെ ഇല്ലേ ഒരു BMW വെയിറ്റ് ചെയ്ത് തന്നു, ഒരു നരച്ച ഫ്രീക്ക് ലേഡി എന്നൊക്കെ പറഞ്ഞില്ലായിരുന്നോ? ഒരു BMW. എനിക്ക് ദൂരത്തുനിന്ന് മനസ്സിലായില്ല ആരാന്നറിയോ? കൊരങ്ങിന് മനസ്സിലായോ? ആ എനിക്ക് മനസ്സിലായില്ലായിരുന്നു. ഐ മീൻ ഞാൻ ദൂരമല്ലേ ഉണ്ടായത്. അപ്പൊ ഭയങ്കര ഡീസന്റ് ആയിട്ട് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ടായത്. ഞാൻ വീഡിയോ എടുക്കുമായിരുന്നു. അപ്പൊ വണ്ടിയൊക്കെ പോയിട്ട് ഗ്യാപ്പ് ഉണ്ട്. എന്നാലും അത് ബ്ലോക്ക് ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരി അവിടെ നമുക്ക് വെയിറ്റ് ചെയ്തു. എന്നിട്ട് പുള്ളിക്കാരി പോയിട്ട് ഫ്രണ്ടിലെ വണ്ടികളോട് സുധീഷേട്ടനോട് അങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു. വീഡിയോ എടുക്കാനുള്ള കഷ്ടപ്പാട് കണ്ടോ? ഇതുണ്ടോ? ലാൻഡ് ഓഫ് ഇന്ത്യയില് ഒരു ഫോട്ടോ എടുക്കാൻ കഷ്ടപ്പാട് കണ്ടോ? ഒരു എക്കോ സ്പോട്ട് ഇവിടെ ഇങ്ങനെ കൊണ്ടുവരണോ? വേണ്ട, അങ്ങനെ പോലെ. ഇതാണ് നമ്മുടെ ചർച്ചിന്റെ റൂയിൻസ്. സെറ്റ് സാധനം. കിണർ പോലെ കുഴിച്ചിട്ട് വെള്ളം എടുക്കുന്നുണ്ടോ? വെള്ളം എടുക്കുന്ന കണ്ടിട്ട് നോക്കിയാണ്. ഇത് പഴയ സൈക്ലോണില് പോയ ചേർച്ചാണ്. ഇവിടുത്തെ ഗോസ്റ്റ് സിറ്റി എന്നല്ലേ ഇവരെ പറയാ. ഒരു ദിവസം രാവിലെ ആവുമ്പോഴേക്ക് ഈ സിറ്റി തന്നെ ഇല്ലാതായിരുന്നു. അവിടുത്തെ ചർച്ചിന്റെ റൂയിൻസ് ആയത്.
നേരെ വിഭീഷണ സ്വാമി ടെമ്പിളിൽ പോവാം. അവിടെ മറ്റേ ഫ്ലോട്ടിംഗ് റോക്ക് ഉണ്ട് എന്നാ പറഞ്ഞത്. മറ്റേ രാമസേതുയുടെ ബാക്കിയൊക്കെ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോ അതൊന്ന് കണ്ടിട്ട് വരാന്ന് പറഞ്ഞു. കണ്ടിട്ട് വരാന്ന് വിചാരിച്ചു. ഇവിടെയാണ് പോലും ശ്രീരാമന്റെ പട്ടാഭിഷേകം നടന്ന സ്ഥലം. കോദണ്ഡരാമ ടെമ്പിൾ. രാമസേതു കല്ല് കണ്ടെങ്കിൽ 20 ഉറുപ്പിക കൊടുക്കണേ. ഈ കോദണ്ഡരാമ ടെമ്പിളില് രാമസേതുവിന്റെ കല്ലുണ്ട് എന്ന് പറഞ്ഞിട്ടല്ലേ വന്നേ. എന്നിട്ട് അവര് ഈ കടലിന്റെ ഭാഗത്ത് എന്താ വിഭീഷണനെ സ്നാനം ചെയ്ത സ്ഥലം എന്ന് പറഞ്ഞിട്ട് അവിടെ കല്ലുണ്ട് എന്ന് പറഞ്ഞു. 20 ഉറുപ്പിക ഉള്ളിൽ കയറണം. ഫുൾ മൂടി വെച്ചിട്ടുണ്ടേ. ആരും വന്ന് ദയവ് ചെയ്ത് പോവരുത്, ഡ്യൂപ്ലിക്കേറ്റ് ആണ് അത്. അവിടെ കടക്കാർ പറഞ്ഞു അത് അവിടെയുണ്ട്. അവിടെ പോയപ്പോ 20 ഉറുപ്പിക. എന്നിട്ട് നമ്മളെല്ലാം കയറി കണ്ടു. കാണുമ്പോഴേക്കും എല്ലാവരും വരുന്നു, തൊട്ട് നോക്കുന്നു, എണീച്ച് നോക്കുന്നു, ഇടുന്നു. അത് കല്ലിന്റെ ഷേപ്പേ അല്ല, അതൊരു പവിഴപ്പുറ്റിന്റെ ഒരു ടൈപ്പ്. വെള്ളത്തിൽ പൊങ്ങി കിടക്കുന്നു. വെയിറ്റ് വലിയ വെയിറ്റ് ഇല്ല. എന്നിട്ട് അമ്മ പറയുന്നുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ചേച്ചിയും പറഞ്ഞു ഇവര് കണ്ടതൊന്നും തൊടാൻ സമ്മതിക്കുന്നുണ്ടായില്ല അത്. എന്നിട്ട് ഈ കടക്കാരോടൊക്കെ അല്ലേ ചോദിച്ചത്. ഞാനിവിടെ ഒരു പോലീസ് ഉണ്ട്, ആ പോലീസിനോട് ഇപ്പൊ പോയി ചോദിച്ചു, സർ இந்த കല്ല് இருக்கும் இல்லையா? പറഞ്ഞാ അത് ഇതല്ല സർ, அது எனக்கு தெரியாது எங்கே இருக்குன்னு. அது வந்து டச் பண்ண எதுவே முடியாது. நான் இங்கே புதுசா டியூட்டி. അപ്പം ഞാൻ പറഞ്ഞു അപ്പൊ ഇത് ഡ്യൂപ്ലിക്കേറ്റ് സർ. പൈസ കളയണ്ട. നാട്ടുകാരെ പറ്റിക്കുന്ന പരിപാടിയാണ്. ആരും കോദണ്ഡരാമ ടെമ്പിൾ ശ്രീരാമന്റെ പട്ടാഭിഷേകം നടത്തി എന്നൊക്കെയാണ് അവർ പറയുന്നത്. അമ്പലത്തിൽ കയറായിരിക്കും, പക്ഷെ കല്ല് കാണാൻ വേണ്ടി 20 രൂപ കൊടുക്കുന്നത് വേസ്റ്റ് ആണ്. നമ്മള് രാവിലെ ധനുഷ്കോടിയൊക്കെ പോയി വന്നിട്ട് കുറച്ചു നേരം റെസ്റ്റ് എടുത്തു. അമ്പലത്തില് പോയി. അതിനുശേഷം അമ്പലത്തിൽ പോയി. അമ്പലം ഭയങ്കര ചൂട്, ഉച്ചക്ക് നല്ല തിരക്ക്. ശനിയാഴ്ചയാണ്. എന്നിട്ട് നമ്മള് എന്ത് ചെയ്തു, അവിടെ കുറെ ഏജന്റുമാരുണ്ട്. അവരോട് ഈ കുളിപ്പിക്കുന്ന കാര്യമുണ്ട് 22 കിണറിന്ന്. അപ്പൊ ഒരാൾക്ക് 250 രൂപ എന്നൊക്കെ പറഞ്ഞു. നമ്മൾ എന്നിട്ട് 25 രൂപയുടെ ടിക്കറ്റ് എടുത്തിട്ട് 22 കിണർന്നും നല്ല സുന്ദരമായി കുളിച്ച് വരുമ്പോഴേക്ക് അമ്പലം അടച്ചു പോയി. ഏജന്റുമാര് 150, 250 എന്നൊക്കെ റേറ്റ് പറഞ്ഞാലും നമുക്ക് അല്ലാതെ തന്നെ കുളിക്കാനുള്ള സെറ്റപ്പ് ഉണ്ട്. കുളിക്കാൻ മീൻസ് അവരിങ്ങനെ കിണറ്റിന്ന് വെള്ളം കോരി ഇങ്ങനെ ഒഴിച്ചു തരിക ചെയ്യുന്നത്. പക്ഷെ ഇന്ന് എല്ലാ 22 കിണറുണ്ട്. എല്ലാ കിണറിനൊന്നും അങ്ങനെ ഒഴിക്കുന്നതല്ല. നമ്മുടെ തലയില് മര്യാദക്ക് ഒഴിച്ചു തരുന്നുണ്ടായിരുന്നു. കൂടെ ജലദോഷം കൂടിപ്പോയി. അപ്പോ ഇപ്പോ സമയം 3:30. നമ്മൾ നേരെ കലാം മെമ്മോറിയലിലേക്ക് പോവാണ്. എല്ലാവരും വരുന്നില്ല, വരുന്ന കുറച്ച് പേരുണ്ട്. അവരെ കൂട്ടിയിട്ട് കലാം മെമ്മോറിയലിലേക്ക് പോവാം. ഒന്നും പറ്റൂല. ഈ മീറ്റിംഗ് ഇവിടെ കൂടാനുള്ള മെയിൻ റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്നലെ രാവിലെ ഡ്രൈവ് ചെയ്യാൻ തുടങ്ങിയത്. നമ്മൾ 23 ആക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുമെന്ന് എനിക്കറിയില്ല. അപ്പൊ നമുക്ക് എല്ലാവരെയും ഒന്ന് പരിചയപ്പെടാൻ, ഒന്ന് ജെന്യുവിന് ഒന്ന് ഫീഡ്ബാക്ക് പറയാൻ ഒരു രീതിയായിട്ട് നമുക്ക് ഇതെടുക്കാം.
മറ്റേ പാമ്പമ്പാലിലെ ഓപ്പൺ ചെയ്യുന്ന ബ്രിഡ്ജ് ഇല്ലേ, അത് കണ്ടു. ഇന്നലെ മിനിയാന്ന്. ആ മിനിങ്ങാന്ന്. ഹാപ്പി ആയാ? ഓക്കെ, പിടിച്ചോ. അപ്പൊ അത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇന്നലത്തെയും കൂടിയിട്ടുള്ള വീഡിയോ ആണ്. അതായത് ഇന്നലെ രാവിലെ നമ്മൾ ധനുഷ്കോടി പോയി എല്ലാവരും. അതെ, നമ്മുടെ ധനുഷ്കോടി ട്രിപ്പ് അങ്ങ് കംപ്ലീറ്റ് ചെയ്തു. ധനുഷ്കോടി കണ്ടു. ലാസ്റ്റ് ലാൻഡ് ഓഫ് ഇന്ത്യയിൽ നമ്മളെല്ലാവരും നിന്ന് ആ സ്തൂപത്തിന്റെ താഴ്ന്ന് ഫോട്ടോ എടുത്തു. നല്ല ട്രിപ്പായിരുന്നു. കുറെ വണ്ടികൾക്ക് അവിടെ പാർക്കിംഗ് കിട്ടി. പിന്നെ ധനുഷ്കോടി പറഞ്ഞപ്പോ എനിക്ക് തോന്നുന്നു 8 മണിക്ക് മുന്നേ പോവുകയാണെങ്കിൽ അതിന്റെ ഉള്ളില് പാർക്കിംഗ് കിട്ടത്തുള്ളൂ. 8 മണിക്കല്ല, 8 മണിക്ക് മുമ്പേ അവിടെ എത്തുവാണെങ്കിൽ ബെസ്റ്റ് ടൈം രാവിലെ 5 മണിക്ക് നിങ്ങള് രാമേശ്വരത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. 5:30 ആവുമ്പോ നിങ്ങൾ അവിടെ ഗേറ്റ് ഓപ്പൺ ആവുമ്പോ ക്യൂല് നിൽക്കുക. ഫസ്റ്റ് കേറുക, വെയില് വരുന്നതിന് മുമ്പ് ഇറങ്ങിയിട്ട് വരിക. വെയിലിൽ ഒരു രക്ഷയില്ല, പൊള്ളുന്ന വെയിലാണ്. അതുകൊണ്ട് അതിന് മുന്നേ പോയി വരുന്നതാണ് ഏറ്റവും നല്ലത്. എന്നിട്ട് ഇന്നലെ ധനുഷ്കോടി പോയി വന്നിട്ട് നമ്മളൊന്ന് അമ്പലത്തിൽ പോകാൻ നോക്കി. കുറച്ച് പേര് അമ്പലത്തിൽ പോയി, അവിടെ പോയി കുളിച്ചു. 22 കിണറിൽ കുളിച്ചു. കുറെ ആൾക്കാരുണ്ടാവേ. നിങ്ങളെ ബക്കറ്റില് ഇൻഡിവിജ്വലി കൊണ്ടുപോവാം. 200 രൂപ 250 രൂപ എന്നൊക്കെ പറയുന്നത്. എടുക്കണമെന്നുണ്ടെങ്കിൽ അതെടുക്കാം. അല്ലെങ്കിൽ 25 രൂപയാണ് അവിടെ ടിക്കറ്റ്. അതെടുത്ത് പോയി കഴിഞ്ഞാലും സമാധാനത്തിൽ കുളിക്കാൻ പറ്റും. നമ്മള് 25 രൂപ പോയപ്പോ ഭയങ്കര തിരക്കില്ലായിരുന്നു, അതുകൊണ്ടാണോ എന്ന് അറിയത്തില്ല. നമുക്ക് എന്തായാലും 25 രൂപ ടിക്കറ്റ് കൊണ്ട് സുഖമായിട്ട് അവര് വെള്ളം ഒഴിച്ചു തന്ന് നമുക്ക് ഇങ്ങനെ തേവി തന്നൊന്നുമല്ല, മര്യാദ ഒഴിച്ചു തന്നെയാണ്. നന്നായിട്ട് ചെയ്യാൻ പറ്റി. ചിലപ്പോ ഭയങ്കര റഷുള്ള ദിവസം ഒരാളുണ്ടെങ്കിൽ നല്ലതായിരിക്കും. പക്ഷെ ആ കുളിക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് പോകുന്ന എൻട്രൻസ് എത്തുമ്പോഴത്തേനും അത് 150 ആയി. അതിന് മുന്നത്തെ അപ്പുറത്തെ സൈഡിൽ നിന്നൊക്കെ 250 ആണ് ഹെഡ് പറഞ്ഞത്. പക്ഷെ അതൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അത് കഴിഞ്ഞ് വരുമ്പോഴേക്ക് നടയടച്ചു പോയി. ഭയങ്കര തിരക്കായിരുന്നു. ഫ്രീ ദർശനം മാത്രമേ ഉണ്ടായുള്ളൂ. പെയ്ഡ് ദർശനമൊക്കെ ക്ലോസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് നമ്മൾ റൂമിൽ വന്നു, കുറച്ച് റെസ്റ്റ് എടുത്തു. വൈകുന്നേരം അബ്ദുൽ കലാം സാറിന്റെ അടുത്ത് പോയി, മെമ്മോറിയലില്. വീട്ടിലല്ല, മെമ്മോറിയലിൽ പോയി. കിഡിലൻ എക്സ്പീരിയൻസ് ആയിരുന്നു. സാറിന്റെ കുറെ ഫോട്ടോസും സാറിന്റെ ജീവചരിത്രം എന്താണോ അത് ഫോട്ടോ രൂപേണ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും അമ്പലത്തിൽ പോയി. അമ്പലത്തിൽ പോകുമ്പോൾ ഒരു തിരക്കുണ്ടായില്ല. ഫ്രീ ദർശനത്തിന് കയറിയിട്ട് ഒരു 1.5 മണിക്കൂർ കൊണ്ട് ആദ്യം പോയിട്ട് കുളിച്ചിട്ട് വന്നിട്ട് പിന്നെ വൈകുന്നേരം പോയിട്ടാണ് തൊഴുതു കഴിഞ്ഞു. നല്ല ദീപാരാധന സമയത്ത് തൊഴുതു. അത് കഴിഞ്ഞ് നമ്മൾ റൂമിൽ വന്നു. റൂമിൽ വന്നിട്ട് രാത്രി ഒരു 9 മണി തൊട്ട് 11 മണി വരെ നമ്മൾ വെറുതെ എല്ലാവരും കൂടി റിവ്യൂ ചെയ്തു ട്രിപ്പ്. എല്ലാവരുടെയും അഭിപ്രായങ്ങൾ പറഞ്ഞു. സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഹാപ്പിയാണ്. ട്രിപ്പ് എൻജോയ് ചെയ്തു. കുട്ടികളാണെന്നുണ്ടെങ്കിലും എല്ലാവരും ട്രിപ്പ് എൻജോയ് ചെയ്തു. എന്നിട്ട് ഇന്ന് രാവിലെ നമ്മൾ എണീച്ചു, തിരിച്ചു വരുവാണ്. പാമ്പമ്പാലത്തിൽ നിർത്തി കുറച്ച് ഫോട്ടോസ് എടുത്തു. അവിടെ ബ്ലോക്ക് ആവുന്നു, പോലീസ് വരുന്നു എന്ന് കാണുമ്പോൾ പതുക്കെ നമ്മൾ ചലിച്ചു. എന്നിട്ട് ഇപ്പോ മധുരയെ ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ പുതിയൊരു ജോർബാർ എപ്പിസോഡായിട്ട് വീണ്ടും വരാം. അതുവരെ ബൈ.